إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء 98 വചനങ്ങൾ നോക്കൂ. നിങ്ങൾ അതിന്റെ വിശദീകരണം ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങൾ അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്നവരും നിങ്ങളും ഹസബു ജഹന്നം നരകത്തിലെ ഇന്ധനമാകുന്നു, അതായത് നരകത്തിലെ വിറകാകുന്നു നിങ്ങളും നിങ്ങൾ അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരും നരകത്തിന്റെ വിറകുകളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വേറൊരു സൂറത്തിൽ പറയുന്നു വഖൂദുഹന്നാസു വൽ ഹിജാറ, ജനങ്ങളും അതുപോലെ കല്ലുകളുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്ന്. അതുപോലെ നോക്കൂ, അവിശ്വാസികളായ ജനങ്ങളും അവരാരാധിച്ച ആ കൽഗ്രഹങ്ങളും കൂടെ നരകത്തിൽ കത്തിയിരുന്നതാണ്. അന്തും നിങ്ങളും ലഹ അതിൽ ആ നരകത്തിൽ വാരിദൂൻ വന്നു ചേരുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഈ അവിശ്വാസികളായ ജനങ്ങളും അവരാരാധിച്ചതും മുഴുവനും ആ നരകത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അതല്ലാത്ത മലക്കുകൾ ആരാധിച്ചവരുണ്ട്, അമ്പിയാക്കളെയും സജ്ജനങ്ങളെയും ആരാധിച്ചവരുണ്ട്. ആ മലക്കുകളും സജ്ജനങ്ങളും അമ്പിയാക്കളും ഒന്നും നരകാവകാശികളാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. അതല്ലാത്ത ആരാധ്യന്മാരെ കുറിച്ചാണ് ഇവിടെ പരാമർശമുള്ളത്. ലൗകാന ഹൗലായി ആലിഹത്തൻ, ലൗകാന ഹൗലായി ഇക്കൂട്ടരായിരുന്നുവെങ്കിൽ, ആലിഹത്തൻ യഥാർത്ഥത്തിലുള്ള ഇലാഹുകളായിരുന്നുവെങ്കിൽ മാ വറദൂഹ അവർ നരകത്തിലേക്ക് വന്നു ചേരില്ലായിരുന്നുവല്ലോ. നിങ്ങൾ ആരാധിച്ച ആരാധ്യന്മാരൊക്കെയും യഥാർത്ഥ ആരാധ്യന്മാരും നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവർ ഈ നരകത്തിലേക്ക് വന്നു പെട്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഞ്ഞമായി ചോദിക്കുന്നത്. വകുല്ലുന്നവരെല്ലാവരും ഫീഹാ അതിൽ ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും, ശാശ്വതവാസികളായിരിക്കും. ആ നരകശിക്ഷ ശാശ്വതമായി അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം. ലഹും ഫീഹാ അവർക്ക് അവിടെയുണ്ട് സഫീറുൻ, അവർക്ക് സഫീറുണ്ട്, ഒരു തരം ദീർഘവിശ്വാസമുണ്ട്, ദീർഘശ്വാസം വലിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥ രൂപത്തിലുള്ള ശ്വാസോച്ഛ്വാസം പോലും കഴിക്കാനുള്ള ഒരു ത്രാണി അവർക്ക് ഉണ്ടാകില്ല, ശക്തി അവർക്ക് ലഭിക്കില്ല എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു തരം ശ്വാസം മുട്ടൽ അവർക്ക് ആ നരകത്തിൽ അനുഭവപ്പെടും എന്നാണ് പറഞ്ഞർത്ഥം. വഹും ഫീഹാ അവർക്ക് ഉണ്ട്, അവിടെയുണ്ട്. ലാ യസ്മഊൻ അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സുഖകരമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് കഴിയില്ല. അവിടെ ഭീകരമായ ശിക്ഷയുടെ ഒരു ലോകമാണ്. അതൊരിക്കലും യാഥാർത്ഥ്യത്തിന്റെ നല്ലൊരു ലോകമല്ല എന്നാണ്, ആശ്വാസത്തിന്റെ ലോകമല്ല എന്നൊക്കെയാണ് ആ വിശദീകരണം പറയാനുള്ളത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.